ഇങ്ങോട്ട് നോക്കണ്ട. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഹായ്, വെൽക്കം ബാക്ക് ടു. പിന്നെ ഇങ്ങോട്ടോ നോക്കുന്നു. ഫാൻ ഓഫ് ആക്കിയിട്ട് വരാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫൈനലി ആ വെൽക്കം ബാക്ക് ടു കറക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആരെങ്കിലും റൂമിലുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനും പറ്റില്ല, നോൺ വോയിസ് ഓവർ എടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എനിക്ക്. എന്താണെന്നറിയില്ല, ഞാൻ മാറ്റിയെടുക്കും, ഉറപ്പായിട്ട് ഞാൻ മാറ്റിയെടുക്കും. ഇല്ലെങ്കിൽ എനിക്ക് ഈ വ്ലോഗ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ടാണ് വോയിസ് ഓവർ എടുക്കുക. അതുകൊണ്ട് എൻ്റെ ചില വീഡിയോയ്ക്കകത്ത് ചില ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കാണും, കേൾക്കാൻ പറ്റും. എന്ത് കോണ്ടന്റ് ആണ് എടുക്കുക എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു എന്ത് കോണ്ടന്റ് എടുക്കും. അപ്പം എനിക്ക് തോന്നി ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെയിൻ സംഭവമാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അത് മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും സ്കിൻ കെയർ ചെയ്യാണ്ട് ഞാൻ കിടന്നുറങ്ങത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ ചെയ്യാമെന്ന്. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഈ ഒരു ബാഗിൽ എൻ്റെ എല്ലാ സ്കിൻ കെയർ ഐറ്റംസും ടാബ്ലറ്റ്സും ഒക്കെയാണുള്ളത്. ഈ ബാഗ് എനിക്ക് ശരിക്കും ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടു നടക്കാനുള്ളതാണ് ശരിക്കും കേട്ടോ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ ബാഗ് കൊണ്ടുപോകും. ഈ ബാഗിനകത്ത് ഫുൾ എൻ്റെ സ്കിൻ കെയർ സാധനങ്ങളാണ്. ഞാൻ ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തായിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമല്ല, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ടോണറിലാണ്. പ്ലമ്മിൻ്റെ ഈ ഒരു ടോണർ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. ഞാനിത് എനിക്ക് ഒന്ന് 2 വർഷമായിട്ട് ഞാൻ ടോണർ യൂസ് ചെയ്യുന്നു. 2 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോർണിംഗ് റുട്ടീനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും ഈ ടോണറിലാണ്. അപ്പോൾ ടോണർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോട്ടങ്കിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് തീരാനായിട്ടില്ല, ഇനി യൂസ് ചെയ്യാനുണ്ട്, കുറേ ഉണ്ട്. ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റി പറയാനാണെങ്കിൽ അമേസിങ് പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ മോയ്സ്ചറൈസർ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ കൂടി വേണം. സൺസ്ക്രീൻ ഞാൻ കുറേ നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. തീർന്നു, കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഫുൾ തീർന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വാങ്ങിയത് ഈ ഒരു സൺസ്ക്രീനാണ്. ഇത് SPF 50+, PA++++, അങ്ങനെ 4+ ഉണ്ട് കേട്ടോ. ഒരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന്. കണ്ട, എനിക്ക് ഈ ഒരു സൺസ്ക്രീനും ഈ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയതുപോലെ, ഒരു ഗ്ലോ ഒക്കെ കിട്ടിയതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള 2 പ്രൊഡക്ട്സ് ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഇത് വാങ്ങിക്കും. അപ്പം ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കൈയും കാലും. അപ്പോൾ ഞാൻ വിചാരിച്ചു സൺസ്ക്രീൻ പ്ലസ് ലോഷൻ അങ്ങനത്തെ ഒരു സംഭവം നോക്കിയപ്പോൾ ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷൻ. അപ്പോൾ വിഷ് കെയറിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ബോഡി ലോഷൻ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 മന്ത് കഴിഞ്ഞു. ഇത്ര ഏകദേശം ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഇതൊരു 2 മാസം ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ കൈയും കാലും ഒക്കെ നല്ല ടാനാണ്. എൻ്റെ ഫേസിൻ്റെ ഒരു ടോണേ അല്ല എൻ്റെ കൈക്കും കാലിനും ഉള്ളത്. എൻ്റെ കയ്യിലെ ടാനൊക്കെ നല്ലതുപോലെ റിഡ്യൂസ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. സീരിയസ്ലി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ നല്ലോണം വെയിൽ കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം, ഈ ഒരു വിഷ് കെയറിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ബോഡി ലോഷൻ വാങ്ങിക്കുക, യൂസ് ചെയ്യുക, നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഫേസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ ലിപ്സ്. അപ്പം എൻ്റെ ലിപ്സിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ചാപ്ടെക്സിൻ്റെ ഈ ഒരു ലിപ് ബാം. SPF 15 ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്, ഡോറൊക്കെ എല്ലായിടത്തും വലിച്ചടച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത്രയാണ് കേട്ടോ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ
ഇനി നെക്സ്റ്റ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ കാണാം. നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പം ഏകദേശം സിമിലർ ആണ്. ഇതിനകത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല, ചാറ്റക്സിൻ്റെ ലിബാമ് യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ടോണർ യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലായിരുന്നു, നൈറ്റും ഞാൻ യൂസ് ചെയ്യും ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഡോട്ട് ആൻഡ് കീൻ്റെ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെറ്റാഫിൻ്റെ ഈ ഒരു നൈറ്റ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ മോയ്സ്ചറൈസറും യൂസ് ചെയ്ത് കഴിഞ്ഞ് ഈ സെറ്റാഫിൻ്റെ ഈ നൈറ്റ് ക്രീമും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ് ബാമാണ്. ഇതെൻ്റെ ലിപ്സിന് വേണ്ടിയിട്ട് ഇന്ന് വരെ ഞാൻ സ്കിപ്പ് ചെയ്യാത്ത ഒരു ലിപ് ബാമാണ് ദേഗേൻ്റെ ഈ ഒരു ലിപ് ബാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ് ബാമാണ്. എൻ്റെ ലിപ്സിന് നല്ല ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ലിപ് ബാമാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ ലിപ് ബാമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്, നല്ല വിൽവേൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ചാപ്റ്റക്സിൻ്റെ ഒരു ലിപ് ബാം, പിന്നെ ഈ ദേഗേൻ്റെ ലിപ് ബാം ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാണ്ടിരിക്കത്തില്ല. ഇത് ഞാൻ തീരുമ്പോൾ ഞാൻ വാങ്ങിക്കും. അപ്പോൾ ദേഗേൻ്റെ ഈ ഒരു ലിപ് ബാം. ഫേസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈയും കാലുമാണ്. അപ്പം ഇപ്പോൾ എന്താ പറയുക, തുറന്നുപോയി. രാവിലെ നമ്മൾ സൺസ്ക്രീൻ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ കാലും കൈയും ഒക്കെ നന്നായിട്ട് മോയ്സ്ചറാക്കി വെക്കുക എന്നുള്ളത്. ഞാൻ ഇതും സൺസ്ക്രീൻ ബോഡി ലോഷനും ഇത് രണ്ടും സെയിം ടൈമിൽ വാങ്ങിയതാണ്, 1 മാസമായി. അപ്പോൾ ഇത്രയാണ് കേട്ടോ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.